ടാറ്റ ഗ്രൂപ്പിൻ്റെ മുൻ ചെയർമാൻ അന്തരിച്ച രത്തൻ ടാറ്റയുടെ വിൽ പത്രത്തിൻ്റെ വിശദാംശങ്ങൾ വാർത്തയായി. 650 കോടിയോളം രൂപയുടെ സ്വത്ത് അദ്ദേഹം നൽകിയത് സന്തത സഹചാരിയായിരുന്ന മോഹിനി മോഹൻ ദത്തയ്ക്ക്. ടാറ്റ ഗ്രൂപ്പിലെ മുൻ ജീവനക്കാരനും ജംഷഡ്പൂരിലെ വ്യവസായിയുമായിരുന്നു മോഹൻ ദത്ത. ടാറ്റയുടെ താജ് ഗ്രൂപ്പിൽ നിന്നും കരിയർ ആരംഭിച്ച ദത്ത പിന്നെ സ്റ്റാലിയൻ ട്രാവൽ ഏജൻസി ആരംഭിച്ചു. പിന്നീടത് താജ് ഗ്രൂപ്പിൻ്റെ താജ് സർവീസിൽ ലയിപ്പിച്ചു. ദത്തയുടെ ഈ ഏജൻസിയിൽ 80% ഓഹരികളും ടാറ്റ സ്വന്തമാക്കിയിരുന്നു. രത്തൻ ടാറ്റയുടെ വിൽപത്രപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ 1/3 മോഹൻ ദത്തയ്ക്ക് ലഭിക്കും, ഏകദേശം 650 കോടി രൂപ. ഇതിൽ 350 കോടിയോളം ബാങ്ക് നിക്ഷേപങ്ങളാണ്, സ്വകാര്യ വസ്തുക്കളാണ് ബാക്കി. അവശേഷിക്കുന്ന സ്വത്തുക്കൾ 2 ഭാഗങ്ങളായി രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരിമാരായ ഷെരീനും ഡിയാനയ്ക്കും ലഭിക്കും. രത്തൻ ടാറ്റയും മോഹൻ ദത്തയുമായി 60 വർഷത്തിലേറെ സൗഹൃദമുണ്ടായിരുന്നു. ദത്തയുടെ മകൾ താജ് ഗ്രൂപ്പിലെ ജീവനക്കാരിയായിരുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് ജംഷഡ്പൂരിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മുതൽ ഈ സൗഹൃദത്തിന് നല്ല പേരുണ്ടായി. ബിസിനസ് മേഖലയ്ക്ക് പുറമെ വ്യക്തി ജീവിതത്തിലും അതിൻ്റെ തിളക്കം കൂടി. രത്തൻ ടാറ്റ വിവാഹം കഴിച്ചിരുന്നില്ല. അടുത്ത തലമുറയിലെ ലിയ ടാറ്റ, മായ ടാറ്റ, നെവിൻ ടാറ്റ എന്നിവരാണ് ടാറ്റ ട്രസ്റ്റുകളുടെ ട്രസ്റ്റിമാർ.